ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെയാണ്. തലസ്ഥാനത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിട്ടുണ്ട്. കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഉച്ച മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തർ ഇത്തവണ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. സുനിഷ ഇല്ലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ആളുകളുടെ ഒഴുക്കാണ് രാവിലെ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാ നടപ്പന്തലിലെ ഈ ക്യൂ തന്നെ, തിരക്ക് തന്നെ കണ്ടാൽ അറിയാം എത്രത്തോളം ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന്. പുലർച്ചെ മുതൽ ഏകദേശം 5-6 മണിക്കൂറും ക്യൂ നിൽക്കുന്ന ആളുകളാണ്. ഇതേ രീതിയിൽ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പുറത്തെ ഗ്രൗണ്ടിലടക്കം ഇതേ രീതിയിലുള്ള തിരക്കാണ് കാണാൻ കഴിയുന്നത്. ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പൊങ്കാലയ്ക്ക് എത്തിയ ആളുകളെക്കാൾ ഇരട്ടി ആളുകൾ ഇത്തവണ ഈ പൊങ്കാലയ്ക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏതായാലും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ഒന്നാമത്തെ പ്രശ്നം നല്ല ചൂടാണ്. കുടിവെള്ളത്തിന്റെ ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട് എന്നതാണ്. അത്തരത്തിൽ എല്ലായിടത്തും കുടിവെള്ളം എത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോ ഭാഗങ്ങളിലായി തന്നെ ഓരോ ഇടത്തും എത്തിച്ചുകൊണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അമ്മ എവിടെ നിന്ന് വരികയാണ്? കൊല്ലം. നേരത്തെ കുറെ നേരമായോ ക്യൂ നിൽക്കുന്നത്? 9 മണിക്ക് തുടങ്ങിയതാ. നല്ല തിരക്കാണ്. എപ്പോഴും വരുന്ന ആളുകളാണോ? 5 മണിക്ക് ഇറങ്ങിയതാ വീട്ടിൽ. ഏകദേശം എത്ര മണിക്കൂറായി ക്യൂ നിൽക്കാൻ തുടങ്ങി? 10 മണിക്ക് തുടങ്ങിയതാ. മണിക്കൂറുകളായി ക്യൂ നിൽക്കുന്ന ആളുകളാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, തലസ്ഥാനത്ത് ഇന്ന് ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം കൊണ്ടുവരികയാണ്. ഇന്ന് ഉച്ച മുതൽ നാളെ രാത്രി 8 മണിവരെ ഗതാഗത നിയന്ത്രണമുണ്ട്. ഏതു ഭാഗത്തിലൂടെയാണ് വാഹനങ്ങൾ പോകേണ്ടത്, എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ, നിർദ്ദേശങ്ങൾ അത് പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. ഇനി ഈ തലസ്ഥാനത്തേക്ക് എത്തുന്നവർ മറ്റു ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ട്രെയിൻ മാർഗവും KSRTC മാർഗവും ഒക്കെ തലസ്ഥാനത്ത് എത്തുന്നവർക്ക് കൃത്യമായി KSRTCയുടെ ഒരു സർവീസ് തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഒരുക്കിയിട്ടുണ്ട്.